നട്ടരാജിന്റെ പെൻസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവരുടെ പെൻസിൽസിന്റെ ഒരു എൻഡിങ്ങിലായിട്ട് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാവും അല്ലേ? വെൽ, അത് ആക്ച്വലി അവർ ഡിസൈന് കൊടുത്തിരുന്നതല്ല കേട്ടോ. ദാറ്റ് വാസ് ആക്ച്വലി എ മാർക്കറ്റിംഗ് ട്രിക്ക്. എല്ലാവരുമല്ല, എന്നാൽ നമ്മളിൽ മെജോറിറ്റി ഓഫ് പല ആളുകളും പണ്ടൊക്കെ പെൻസിൽസ് അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡിലെ പെൻസിൽസ് യൂസ് ചെയ്തിരുന്നപ്പോൾ അതിങ്ങനെ മുനച്ച് അതിന്റെ എൻഡ് കഴിയുന്നവരെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ? എന്നാൽ പലരും നട്ടരാജിന്റെ പെൻസിൽസ് ആ ഒരു ബ്ലാക്ക് മാർക്കിന്റെ ഭാഗം വരെ എത്തുമ്പോൾ പുതിയൊരെണ്ണങ്ങൾ വാങ്ങും. കാരണം നട്ടരാജ് അല്ലെങ്കിൽ ആ ബ്രാൻഡ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുമായിരുന്നു. എന്ത്? അറ്റ് ദിസ് പോയിന്റ് ലെറ്റ്സ് ജസ്റ്റ് ബൈ എ ന്യൂ പെൻസിൽ, റൈറ്റ്? ഇങ്ങനെ ചിന്തിപ്പിക്കുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെ പിന്നീട് വാങ്ങുന്നതിലൂടെ ആക്ച്വലി ആ ഒരു ബ്രാൻഡിന്റെ അല്ലെങ്കിൽ നട്ടരാജ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റവന്യൂ ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് മറ്റൊരു കാര്യം, നട്ടരാജ് മാത്രമല്ല കേട്ടോ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിന്? കോൾഗേറ്റ്, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെയും ഡവിന്റെയും ഒക്കെ ഷാംപൂസ് ഇവരൊക്കെ ഇവരുടെ ഓപ്പണിങ്സ് വലുതാക്കി വെക്കും. കസ്റ്റമേഴ്സ് വീണ്ടും തീർത്തുകൊണ്ട് വീണ്ടും അടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട്. അതായത് പുതിയ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം പഴയ കസ്റ്റമേഴ്സിനെ തന്നെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ തന്നെ റീടാർഗറ്റ് ചെയ്തുകൊണ്ട് നിലനിർത്തുന്നു. ദാറ്റ്സ് ദി ലെസൺ ഫ്രം ദി സ്റ്റോറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, എന്തുകൊണ്ടാണ് പലപ്പോഴുമായിട്ട് ഈ നെറ്റ്ഫ്ലിക്സും സ്പോട്ടിഫൈയും ഒക്കെ 1 month ഫ്രീ ട്രയൽ ഓഫർ ചെയ്യുന്നത്? കമന്റ് ഡൗൺ ബിലോ.